ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാൻ എന്നതിൻ്റെ ഉപയോഗമാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 വാചകങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിവിനെ കാണിക്കുന്നത് അല്ലെ. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. ഐ എന്ന് വെച്ചാൽ ഞാനാണ്, പക്ഷെ നമ്മൾ മലയാളത്തിൽ ഞാൻ എഴുതാൻ കഴിയും എന്ന് പറയില്ല. എനിക്ക് നമ്മുടെ ശൈലിയാണ്. എനിക്ക് എഴുതുവാൻ കഴിയും. അല്ലെ ക്വസ്റ്റ്യൻ അല്ലെ, ക്യാൻ മുമ്പിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, നമ്മൾ കാണുകയുണ്ടായി. ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമോ? നെഗറ്റീവ് ഐ കനോട്ട് റൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കനോട്ടിന്റെ ഷോർട്ട് ഫോം ഐ കാൺ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ല, എഴുതുവാൻ കഴിയില്ല, സാധിക്കില്ല, അങ്ങനെ പറയാം. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ അതെന്താണ്? ഇവിടെ ചെയ്തതുപോലെ തന്നെ കാണ്ട് കൊണ്ടുവന്ന് മുമ്പിലിടും. കാണ്ട് ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ, നമ്മൾ മലയാളത്തിൽ അങ്ങനെ കഴിയില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അത് ചോദ്യമായി. എനിക്ക് എഴുതാൻ കഴിയില്ല. അതിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് എഴുതുവാൻ കഴിയില്ലേ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, അവര് ആ വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കാണ്ട് ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ലേ. അപ്പൊ ഇവിടെ ഈ റൈറ്റ്, സിംഗ് ഇതെല്ലാം ബേസ് ഫോം ആണെന്ന് നമുക്കറിയാം. ബേസ് ഫോം എന്ന് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി, എഴുതുക, പാടുക, ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്നതാണ് ബേസ് ഫോം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. കാണ്ട് ഐ റൈറ്റ്, ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം. ക്യാൻ ഐ നോട്ട് റൈറ്റ്, ക്യാൻ ഐ നോട്ട് റൈറ്റ്, ക്യാൻ ഐ നോട്ട് റൈറ്റ്. പക്ഷെ ഇത് റിട്ടൺ ഇംഗ്ലീഷ് ആണ്, നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. കനോട്ട് ഐ എന്ന് പറയില്ല. കാണ്ട് ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, എനിക്ക് എഴുതാൻ കഴിയുമോ. ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് എഴുതുവാൻ കഴിയില്ലേ. കാണ്ട് ഐ സിംഗ്, എനിക്ക് പാടാൻ കഴിയില്ലേ. കാണ്ട് ഐ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയില്ലേ. കാണ്ട് ഐ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ലേ. കാണ്ട് ഐ ഗോ, എനിക്ക് പോകാൻ കഴിയില്ലേ. കാണ്ട് ഐ കം, എനിക്ക് വരാൻ സാധിക്കില്ലേ. ഇനി അടുത്തത് വിക്ക് മലയാളത്തിൽ നമുക്കറിയാം 2 വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. നമുക്ക് 2 ഉപയോഗിക്കാം. കാൺ ബി റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയില്ലേ, ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ. കാൺ ബി സിംഗ്, നമുക്ക് പാടാൻ സാധിക്കില്ലേ. കാൺ ബി ഡു ഇറ്റ്, നമുക്കത് ചെയ്യാൻ പറ്റില്ലേ. കാൺ ബി ഡാൻസ്, നമുക്ക് ഡാൻസ് ചെയ്യാൻ സാധിക്കില്ലേ. കാൺ ബി ഗോ, നമുക്ക് പോകാൻ കഴിയില്ലേ. കാൺ ബി കം, നമുക്ക് വരാൻ കഴിയില്ലേ. അല്ലെ, നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇനി അടുത്തത് യുവിനെ നമുക്കറിയാം, മലയാളത്തിൽ നമുക്ക് പല വാക്കുകൾ, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ് എന്നൊക്കെ പറഞ്ഞ പല വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ യു എന്നാണ് പറയുന്നത്. കാണ്ട് യു റൈറ്റ്, നിനക്ക് എഴുതാൻ സാധിക്കില്ലേ. കാണ്ട് യു സിംഗ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ. കാണ്ട് യു ഡു ഇറ്റ്, നിനക്കത് ചെയ്യാൻ സാധിക്കില്ലേ. കാണ്ട് യു ഡാൻസ്, നിനക്ക് ഡാൻസ് ചെയ്യാൻ സാധിക്കില്ലേ. കാണ്ട് യു ഗോ, നിനക്ക് പോകാൻ കഴിയില്ലേ. കാണ്ട് യു കം, നിനക്ക് വരാൻ സാധിക്കില്ലേ. ഇനി ഹിക്ക് അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ അവൻ, അയാൾ, അദ്ദേഹം എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഹി എന്നുള്ള വാക്കാണ്. അപ്പൊ കാൺ ഹി റൈറ്റ്, അയാൾക്ക് എഴുതാൻ സാധിക്കില്ലേ, അവൻ എഴുതാൻ സാധിക്കില്ലേ, അദ്ദേഹത്തിന് എഴുതാൻ കഴിയില്ലേ. കാൺ ഹി സിംഗ്, അവന് പാടാൻ കഴിയില്ലേ. കാൺ ഹി ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയില്ലേ. കാൺ ഹി ഡാൻസ്, അവന് ഡാൻസ് ചെയ്യാൻ സാധിക്കില്ലേ. കാൺ ഹി ഗോ, അവന് പോകാൻ കഴിയില്ലേ. കാൺ ഹി കം, അവന് വരാൻ സാധിക്കില്ലേ. അതാണ് നമ്മൾ ഹി വെച്ച് പറയുന്നത്. എല്ലാം ഒരേപോലെ തന്നെയാണ് അല്ലേ. സബ്ജക്റ്റ് മാത്രം മാറും, വാക്കുകൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കനുസരിച്ച് ആ വാചകത്തിന്റെ അർത്ഥം മാറും. ഷീ എന്ന് പറയുന്നത് അവൾ. കാൺ ഷീ റൈറ്റ്, അവൾക്ക് എഴുതാൻ കഴിയില്ലേ. കാൺ ഷീ സിംഗ്, അവൾക്ക് പാടാൻ കഴിയില്ലേ. കാൺ ഷീ ഡു ഇറ്റ്, അവൾക്ക് അത് ചെയ്യാൻ കഴിയില്ലേ. നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് അർത്ഥം, ആ വാചകത്തിന് കുറച്ചുകൂടി അർത്ഥം തോന്നാൻ വേണ്ടിയാണ്. കാൺ ഷീ ഡാൻസ്, അവൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ലേ. കാൺ ഷീ ഗോ, അവൾക്ക് പോകാൻ കഴിയില്ലേ. കാൺ ഷീ കം, അവൾക്ക് വരാൻ സാധിക്കില്ലേ. അല്ലെ. ഇനി അത് ദേയ്ക്ക് നമുക്ക് മലയാളത്തിൽ അവരെന്നും പറയാം, ഇവർന്നും പറയാം. കാൺ ദേ റൈറ്റ്, ഇവർക്ക് എഴുതാൻ കഴിയില്ലേ, അവർക്ക് എഴുതാൻ സാധിക്കില്ലേ. കാൺ ദേ സിംഗ്, അവർക്ക് പാടാൻ കഴിയില്ലേ. കാൺ ദേ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാൻ കഴിയില്ലേ. കാൺ ദേ ഡാൻസ്,
അവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ലേ? കാൻ ദേ ഗോ, അവർക്ക് പോകാൻ സാധിക്കില്ലേ? കാൻ ദേ കം, അവർക്ക് വരാൻ സാധിക്കില്ലേ? അപ്പൊ ഇത് എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത് അല്ലെ, ഉപയോഗിക്കുന്നില്ല. അപ്പൊ കാണ്ട ആദ്യം ഇടുമ്പോ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. പിന്നെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ ഒരാളെ കൂടി കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷ് പറയുന്നു, മറ്റയാൾ അതിന്റെ മലയാളം പറയുന്നു, അല്ലെ ആദ്യം മലയാളം പറയുന്നു, മറ്റയാൾ ഇംഗ്ലീഷ് പറയുന്നു. എനിക്ക് എഴുതാൻ കഴിയില്ലേ? അപ്പൊ മറ്റയാൾ കാണ്ട് ഐ റൈറ്റ്. എനിക്ക് എഴുതാൻ കഴിയില്ലേ? കാണ്ട് ഐ റൈറ്റ്. അങ്ങനെ ആവർത്തിച്ച് പറയും, 10 പ്രാവശ്യമൊക്കെ പറഞ്ഞു നോക്കുക. അങ്ങനെ വേറെ വെർബുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. കാണ്ട് ഐ സിറ്റ്, എനിക്കിരിക്കാൻ സാധിക്കില്ലേ, ആ രീതിയിൽ. അപ്പൊ 4 വാചകങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ക്യാൻ എന്നുള്ള ഉപയോഗിച്ച് എന്താണ് കഴിവിനെ കാണിക്കുന്നത്. സാമ്പിൾ ആയിട്ട് നമ്മൾ റൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ, ക്യാൻ ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയുമോ? ഐ കാൻ നോട്ട് റൈറ്റ് ഓർ ഐ കാൻ റൈറ്റ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. എനിക്ക് എഴുതാൻ കഴിയില്ല. ഞാൻ അതിന്റെ ചോദ്യം, കാണ്ട് ഐ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയില്ലേ, നെഗറ്റീവ് ചോദ്യം. അപ്പൊ 4 ടൈപ്പ് വാചകങ്ങൾ. ഇത് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഈ 4 ടൈപ്പ് കാണും. എക്സെപ്ഷൻ ആയിട്ട് 1-2 സ്ഥലങ്ങളിലേ ഇല്ലാണ്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് 4 ടൈപ്പ് കാണും. ഓക്കെ, അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.